ജയ രാമ ജയ ജയ രാമ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാ നരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഇന്നത്തെ ദിവസം വളരെ സുദിനമായിട്ടുള്ള ദിവസം തന്നെ, എല്ലാവർക്കും അറിയുന്ന ഒരു ദിവസം തന്നെയാണ്. ചിത്രാ പൗർണമി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം. ഈ ചിത്രാ പൗർണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈത്രമാസം, ചന്ദ്രൻ്റെ 12 മാസമുണ്ട് ശരിക്കും. അതിൽ ഓരോരോ മാസത്തിലും പൗർണമി ദിവസം ഏത് നക്ഷത്രം വരാറുണ്ടോ ആ നക്ഷത്രത്തിൻ്റെ പേര് വെച്ചിട്ടാണ് സാധാരണ മാസത്തിൻ്റെ പേര് വരാൻ പോവുക. ഇപ്പോൾ ഈ മാസം ശരിക്ക് പൗർണമി ദിവസം ചിത്രാ നക്ഷത്ര വർണ്ണതുകൊണ്ട് ഈ മാസത്തിലോട്ട് ചൈത്രമാസ എന്ന് പറഞ്ഞിട്ടുള്ള പേരും. നെക്സ്റ്റ് പൗർണമി വരാറുണ്ട്. നെക്സ്റ്റ് പൗർണമി ദിവസം ആരും സംസാരിക്കേണ്ട, ഹരേ രാമ മന്ത്രം ചൊല്ലിക്കൊള്ളു. നെക്സ്റ്റ് മാസം പൗർണമി വരാറുണ്ട്. ആ പൗർണമി ദിവസം ഒരു നക്ഷത്രം വരും, വിശാഖ നക്ഷത്രം വരും. അപ്പോൾ വിശാഖ നക്ഷത്രം വരുന്നതുകൊണ്ട് ആ മാസം വൈശാഖ മാസ എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ്. അതിൻ്റെ നെക്സ്റ്റ് മാസം ശരിക്ക് ജ്യേഷ്ഠ നക്ഷത്രം വരുന്നുണ്ട് പൗർണമി ദിവസം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്ക് ജ്യേഷ്ഠമാസം എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ്. അങ്ങനെ ഓരോരോ മാസത്തിലും ഓരോരോ നക്ഷത്രം വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നക്ഷത്രത്തിൻ്റേതായിട്ടുള്ള പേരാണ്. ചാന്ദ്രമാസത്തിൻ്റെ 12 മാസത്തിലുള്ള പേരാണ് നമുക്ക് വരാൻ പോവുക. ഈ മാസം ശരിക്ക് ചിത്രാ നക്ഷത്രം വരുന്നതുകൊണ്ട് ഈ ചിത്രാ നക്ഷത്രത്തിലുള്ള പേര് ചൈത്രമാസം എന്ന് പറഞ്ഞിട്ടുള്ള പേര്. ഈ ചൈത്രമാസത്തിൻ്റെ ഒരു വൈശിഷ്ട്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈത്രമാസ പൗർണമി ദിവസം ശരിക്ക് അഞ്ജനാ കേസരിയുടെ മകനായിട്ട് ഹനുമാൻ അവതരിച്ചു, വായുഭഗവാൻ അവതരിച്ചു. വായുഭഗവാൻ അവതരിക്കുന്നത് കൊണ്ട് അങ്ങേർക്ക് അവിടെ ഹനുമാൻ എന്ന പേര് വന്നു. ശരിക്കും മൂലരൂപം എങ്ങനെയാണ് വിഷ്ണു ഭഗവാൻ 10 അവതാരം, അതല്ലാണ്ടും കുറേ അവതാരങ്ങളൊക്കെ ഉണ്ടാവും. ധന്വന്തരി, വേദവ്യാസം, ഹയഗ്രീവ എന്ന് പറഞ്ഞിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ പല അവതാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മൂലരൂപ എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാണ്, നാരായണൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഹനുമാൻ, ഭീമസേനൻ, മധ്വാചാര്യരായിട്ടുള്ള മൂലരൂപം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായുഭഗവാനാണ്. വായുഭഗവാന്റെ 3 അവതാരമായിട്ടാണ് ലോകത്തിൽ ഒരു ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ശിഷ്ടന്മാരെ രക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവതരിച്ചത്. അതിൽ ഒരു രാമാവതാരത്തിൽ ഹനുമാനായിട്ട് ജനിച്ചു. ശരിക്ക് ഹനുമാന്റെ ശക്തി എന്താണെന്ന് പറഞ്ഞിട്ട് സ്വയം അങ്ങേർക്കും അറിയില്ല. ആരെങ്കിലും പറഞ്ഞാൽ നീ ബലശാലിയാണ്, നിന്നെ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഹനുമാൻ ഇറങ്ങുള്ളൂ എന്ന ഒരു കഥ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ജാംബവന്തൻ, ശരിക്ക് ജാംബവന്തൻ്റെ അടുത്ത് നമുക്ക് ഒരുപാട് കഥ ഉണ്ടാവും, ഞാൻ ചുരുക്കത്തിൽ പറയാം. ശരിക്ക് സമുദ്രോല്ലംഘന ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ ആൾക്കാർ പറയാൻ തുടങ്ങി, ഞാൻ തിരിച്ചു വരാൻ എനിക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ ഹനുമാൻ ദക്ഷിണത്തിലോട്ട് മുഖം ആക്കി അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഹനുമാൻക്ക് അറിയില്ല എൻ്റെ പരാക്രമം എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അറിയില്ല. ശരിക്കും ഒരാൾ പോയിട്ട് ജാംബവന്തൻ പോയി പറഞ്ഞു, ആരുകൊണ്ടും പോയി വരാൻ നടക്കില്ല, നീ പരാക്രമിയാണ്, എന്നാൽ നീ പോയാലേ നടക്കുള്ളൂ.
ആ സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴാണ് ഞാൻ പരാക്രമിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ ശരിക്ക് പോയി വന്നു. ഹനുമാൻ്റെ പരാക്രമം പറയുകയാണെങ്കിൽ ശരിക്ക് ഏത് ആൾക്കാരെ ഉപദ്രവിച്ചോ അങ്ങേരുടെ ആദ്യം പരാക്രമം പറഞ്ഞാലേ ഹനുമാൻ്റെ പരാക്രമം എങ്ങനെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്ക് രാവണൻ, നിങ്ങൾക്ക് എല്ലാം അറിയാം രാവണൻ്റെ കഥ കുറേ ഉണ്ടാവും. ഇത് കേൾക്കാത്ത ഒരു കഥയുണ്ട്. എല്ലാവരും ശരിക്ക് കാക്കയ്ക്ക് ബലിയിടാറുണ്ട്. ശരിക്ക് അതറിയാം നിങ്ങൾക്ക്. അതിൻ്റെ ഒരു ഐതിഹ്യമാണ് ശരിക്ക് എന്താണ് ആ കാക്കയ്ക്ക് ബലിയിടുന്ന ഒരു ഐതിഹ്യം. ഒരു സമയത്ത് ഒരു വലിയ യാഗമുണ്ടായിരുന്നു. ശരിക്ക് യാഗസമയത്ത് അവിടെ യമധർമ്മരാജൻ വന്നിരുന്നു, ബ്രഹ്മാവ് ഉണ്ടായി, ഇന്ദ്രാദി ദേവന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതേ യാഗത്തിലോട്ട് ശരിക്ക് രാവണൻ, ത്രിലോക ആധിപത്യമുള്ള രാവണൻ ആ ഭാഗത്തിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും പേടിക്കാൻ തുടങ്ങി, പേടി ഉണ്ടായി. ആ പേടി ഉണ്ടായപ്പോൾ ഓരോരോ ആൾക്കാർ ഓരോരോ സ്ഥലത്തിൽ ഒതുങ്ങിയിരുന്നു. കാരണം രാവണൻ്റെ മുമ്പിൽ മറ്റാരും ഉണ്ടാവില്ല. എവിടെ വരെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവ് എന്ത് ചെയ്തു, അങ്ങേരുടെ വാഹനമായിട്ടുള്ള ഹംസത്തിൻ്റെ ഉള്ളിലോട്ട് പോയി ഇരുന്നു. ശരിക്ക് ഇന്ദ്രൻ പേടിച്ചിട്ട് മയിൽ അതിൻ്റെ ഉള്ളിലോട്ട് പോയി ഇരുന്നു. ശരിക്ക് യമധർമ്മൻ എന്താ ചെയ്തു, കാക്കയുടെ ഉള്ളിൽ, കാക്കയാണ് വാഹനം, കാക്കയുടെ ഉള്ളിലോട്ട് പോയി ഇരുന്ന ശേഷം രാവണൻ്റെ വന്നസ്ഥിതി കൊണ്ടുള്ള എല്ലാ കഥയൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ആ രാവണൻ വരുമ്പോൾ ശരിക്കും യമധർമ്മനും ഇന്ദ്രാദി ദേവന്മാരോ ബ്രഹ്മാവോ ആർക്കും എതിരല്ല ഈ രാവണൻ. അതുപോലെ തന്നെ ഉള്ള രാവണനാണ്. ഞാൻ ഇങ്ങോട്ട് ഒരു കാക്കയുടെ ഒരു കഥ പറഞ്ഞല്ലോ. അത് എന്താണെന്ന് വെച്ചാൽ യമധർമ്മൻ എന്ന് വെച്ചാൽ പിതൃദേവനാണ്. ഈ പിതൃദേവൻ എന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ട്. ശരിക്ക് യമധർമ്മൻ, ദക്ഷപ്രജാപതി, ഇതുപോലെ തന്നെ കുറേ പിതൃദേവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പിതൃദേവതകൾക്ക് തൃപ്തി ചെയ്യേണ്ടത് എല്ലാവർക്കും നിയമം. അതുകൊണ്ടാണ് പിണ്ടപ്രദാനം ചെയ്യും, ബലിയിടാറുണ്ട്. അത് കൂടാണ്ട് കാക്കയ്ക്കും ബലിയിടാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ആ കാലഘട്ടത്തിൽ യാഗം ചെയ്യുന്ന സമയത്ത് യമധർമ്മനെ ഒരു അവകാശം തന്നു. രാവണൻ വരുമ്പോൾ ഒരു അവകാശം തന്നതുകൊണ്ടാണ് ആ കാക്കയ്ക്ക് ഒരു വരദാനം കൊടുത്തു. എനിക്ക് ഒരു അവകാശം തന്നുവല്ലോ, നിൻ്റെ ഉള്ളിൽ എപ്പോഴും പിതൃദേവന്മാർ ഉണ്ടാവട്ടെ, നിനക്കും ഒരു ബലി ഇടുന്ന സമയത്ത്, ഒരു ചോറിടുന്ന സമയത്ത് പിതൃദേവന്മാർ തൃപ്തരാവട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് കൊടുത്ത വരദാനം കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ എല്ലാവരും ശരിക്ക് പിതൃകൾക്ക് തൃപ്തിക്ക് വേണ്ടിയിട്ട് കാക്കയ്ക്ക് ബലിയിടുന്ന ഒരു നിയമം. അതവിടെ പോട്ടെ. ഇതുപോലെ തന്നെ ഉള്ള രാവണൻ്റെ ഒരു പരാക്രമം എങ്ങനെ ഉണ്ടായി? അപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. അതുപോലെ തന്നെ ഉള്ള രാവണനാണ്. രാവണനെ ശരിക്ക് ഹൃദയം പൊട്ടിക്കുന്ന മാതിരി ഹനുമാൻ ചെയ്തതാണ്. 80 കോടി യൂത്തപ്പം, 80 കോടി ശരിക്ക് സൈന്യമുണ്ടെങ്കിലും തന്നെ അങ്ങേർക്ക് ഒന്നും എതിരല്ല. അതിൽ ശരിക്ക് പറയേണ്ടത് ഈ ഹനുമാൻ അവിടെ പോയി എല്ലാ ലങ്കയൊക്കെ പൊട്ടിത്തെറിച്ച ശേഷം ഇത് ആരാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കാൻ ഇത്ര ഒരു ധൈര്യവന്തൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഹനുമാൻ മുമ്പിൽ വന്നു. ശരിക്ക് അവിടെ എല്ലാ മന്ദന്മാരാ. ഇന്ദ്രജിത്ത് ശരിക്ക് ബ്രഹ്മാസ്ത്രം കൊണ്ട് ആ ഹനുമാനെ കെട്ടി. എന്നാലും ഈ ബ്രഹ്മാസ്ത്രം തന്നെയാണ്, വലിയ അസ്ത്രമാണ്. ഈ രാക്ഷസന്മാർക്ക് പിന്നെ മന്ദമതികളാണ്. ഇത് ബ്രഹ്മാസ്ത്രം ഊരിപ്പോയാലോ എന്ന് പറഞ്ഞിട്ട് കയറ് കൊണ്ട് കെട്ടിയുന്ന. അപ്പോൾ എത്ര പേര് നമുക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. അതായിക്കോട്ടെ, പോട്ടെ. അതൊക്കെ നമുക്ക് ഊരി ഹനുമാൻ വന്നു. പക്ഷേ ആ ലങ്കയെല്ലാം പൊട്ടിത്തെറിച്ചപ്പോൾ ഇത് ആരാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹനുമാൻ ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ പരാക്രമിയാണ്, ശരിക്കും ഞാൻ അഞ്ജനാദേവിയുടെ മകനാണ്, കേസരിയുടെ മകനാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. ദാസസ്യ കൗസലേന്ദ്രസ്യ എന്ന്. അതിൻ്റെ ശരിക്ക് ആചാര്യന്മാർ മീനിങ്സ് പറയുമ്പോൾ അങ്ങേര് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് അങ്ങേരുടെ ഹൃദയം പൊട്ടിയ മാതിരി പറഞ്ഞു.
പേടിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് അത് പേടിച്ചു പോയത്? 3 ഉദാഹരണത്തെ പറയാറുണ്ട്. ഞാൻ ആരെന്നറിയാവോ നിനക്ക്? അന്നത്തെ ദിവസം സീത്തെ ഒരു സ്വയംവരം നടക്കുന്ന സമയത്ത് അവിടെ ശിവധനുസ് ഉണ്ടായിരുന്നു. ശരിക്കും ആ ശിവധനുസ് എത്തി നമുക്കൊരു കയറ് കെട്ടണം. നീ എന്താ ചെയ്തു? അതിന് എത്താനേ പറ്റിട്ടില്ല നിനക്ക്. കുറേ രാക്ഷസന്മാരൊക്കെ വന്നു, ആർക്കും പറ്റിയിട്ടില്ല. അവസാനത്തിൽ അത് എത്തി കയറി കെട്ടിയത് ആരെന്നറിയാവോ? ആ ശ്രീരാമൻ്റെ ദാസനാണ് ഞാൻ. അങ്ങനെ പറഞ്ഞത് നോക്കൂ, എത്ര ഒരു സ്വാരസ്യം ഉണ്ടെന്ന. രണ്ടാമത്തെ ഒരു വാക്ക് പറഞ്ഞു, നീ അന്ന് തപസ് ചെയ്യുന്ന സമയത്ത് ശരിക്ക് ശിവൻ നമുക്ക് പ്രത്യക്ഷിച്ചിട്ടില്ല. അവസാനത്തിൽ ആ പർവ്വത എടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ നോക്കി. അപ്പം ശിവൻ എന്താ ചെയ്തു നിനക്ക്? പർവ്വതം ഈ 10 കൈ കൊണ്ട് നമുക്ക് എടുത്തപ്പോൾ ശരിക്ക് ഒരു വിരൽ കൊണ്ട് താത്തി. ആ സമയത്ത് 1000കണക്കിന് എനിക്ക് കൈ എടുക്കാനേ പറ്റില്ല. അതുപോലെ തന്നെ ശിവൻ്റെ സ്വാമിയാണ് ശ്രീരാമൻ, അങ്ങേരുടെ ദാസനാണ് ഞാൻ എന്ന് പറഞ്ഞതാ. അവസാനത്തിൽ ഒരു വാക്കുകൂടി പറഞ്ഞു, ഈ ഹനുമാൻ ശരിക്ക് നിന്നെ അഥവാ ഇതീ ലങ്കയെ ദഹിപ്പിക്കാം, പക്ഷേ ഞാനല്ല ദഹിപ്പിക്കേണ്ടത്, എൻ്റെ സ്വാമിയാ വരാൻ പോവാ. അതുപോലെ തന്നെയുള്ള ഹനുമാൻ്റെ പരാക്രമം നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളൂ. അങ്ങനത്തെ ഒരു ഹനുമാൻ്റെ ഇന്നത്തെ ശരിക്ക് അവതാരം തന്നെയാണ്. ആ അവതാര ദിവസം ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് ശരിക്ക് അകത്ത് ഒരു കലശാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം ഹനുമാൻക്കൊക്കെ നടത്തിയിട്ടുണ്ട്. കൂടാണ്ട് ഹനുമാൻക്ക് വിശേഷമായിട്ടുള്ള മന്ത്രാന്ന് വെച്ച് കഴിഞ്ഞാൽ വായുസൂക്ത മന്ത്രം, അതുകൂടാണ്ട് വായുസ്തുതി മന്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു ഐതിഹ്യം, വായുസ്തുതി പുനശ്ചരണ ഒരു മന്ത്രം കൊണ്ടാണ് ഇന്ന് ഹോമം നടത്തിയത്. അതിൻ്റെ ഒരു ചെറിയ ഒരു ഐതിഹ്യമുണ്ട്. ശരിക്ക് മധ്വാചാര്യർ കലിയുഗത്തിൽ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനായിട്ടാണ് മധ്വാചാര്യർ വന്നത്. അങ്ങേര് ശരിക്ക് ഒരു സ്വാമീജി തന്നെയാണ്. ദ്വൈത ഫിലോസഫി, ദ്വൈതമതത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു സ്വാമീജിയാണ് വായു ഭഗവാന്റെ 3ാമത്തെ അവതാരം. അങ്ങേര് ശരിക്ക് സാധാരണ എല്ലാ ആൾക്കാർക്കും അറിയാം, നൈവേദ്യം ചെയ്യുന്ന സമയത്ത് വാതിൽ പൂട്ടി അകത്ത് ഭഗവാനെ നൈവേദ്യിക്കാറുണ്ട്. സാധാരണ നിയമം മേൽശാന്തിമാരാവട്ടെ ആരെങ്കിലും ആവട്ടെ. അങ്ങനെ സ്വാമീജി അകത്തൊക്കെ വിഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നൈവേദ്യം ചെയ്യുന്ന സമയത്ത് കുറേ കാലമായി, കുറേ ടൈമായി, എന്തുകൊണ്ടാണ് ഇത് വരാത്തത്, പുറത്തോട്ട് വരണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ശിഷ്യൻ ആ ജനലുണ്ടായിരുന്നു, അതിൽ ഒന്ന് നോക്കിയപ്പോൾ അകത്ത് ആ വിശ്വരൂപ കണ്ടിട്ട് അങ്ങേർക്ക് അതിശയമായി പോയി. എന്താണ്? വായു ഭഗവാന്റെ 3 അവതാരമാണ്. ഹനുമാൻ, ഭീമസേനൻ, മധ്വാചാര്യർ ഇരിക്കുകയായിരുന്നു. അങ്ങേരുടെ ഉപാസനാമൂർത്തി ഹനുമാൻ ശ്രീരാമനെ പൂജിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഭീമസേനൻ കൃഷ്ണനെ പൂജിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മധ്വാചാര്യർ വേദവ്യാസ മഹർഷിയെ പൂജിച്ചു ഈ രൂപം കണ്ടിട്ട് അങ്ങേർക്ക് ഒരു എന്താ പറയുക അതിശയമായതുകൊണ്ട് അങ്ങേര് പുറത്തു വന്ന ഉടനെ ഒരു 40 ശ്ലോകം രചിച്ച് അങ്ങേര് അത് ഭഗവാൻക്ക് സമർപ്പിച്ചു. ആ ഗുരുനാഥനെ സ്വാമീജിക്ക് സമർപ്പിച്ചു. അങ്ങേർക്ക് ഈ ഒരു മന്ത്രം കണ്ട ഉടനെ അങ്ങേർക്ക് സന്തോഷമായി, എൻ്റെ ശിഷ്യൻ ഇത്ര ഒരു സാമർഥ്യമുള്ള ശിഷ്യനല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു മുക്കുട്ടപ്രായമായി അതിന് ഒരു പെൻഡൻറ്റ്, ഒരു മാലയ്ക്ക് ശരിക്കും ഒരു പെൻഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ശോഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ 40 മന്ത്രത്തെ ഒരു 2 മന്ത്രം ആഡ് ചെയ്തു. നരസിംഹ ഭഗവാന്റെ നഖസ്തുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രമാണ്. അതുപോലെ തന്നെ ഉള്ള മന്ത്രം ആഡ് ചെയ്തിട്ട് അവസാനത്തിൽ ഉദ്ഘോഷം ചെയ്തു. ആനയുടെ പുറത്ത് വെച്ചിട്ട് എല്ലാം നമുക്ക് ഒരു നഗരപ്രദക്ഷിണ നടത്തി. ഈ മന്ത്രം ആരൊക്കെ നമുക്ക് ചൊല്ലാറുണ്ടോ, ഈ മന്ത്രം കൊണ്ട് ആരൊക്കെ നമുക്ക് അഭിഷേകം നടത്താറുണ്ടോ, ഈ മന്ത്രം കൊണ്ട് ആരൊക്കെ നമുക്ക് ഹവനം ചെയ്യുന്നുണ്ടോ, അവരുടെ സകല അഭീഷ്ടം സിദ്ധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് ഉദ്ഘോഷ ചെയ്ത മന്ത്രം കൊണ്ടാണ് ഇന്നത്തെ ദിവസം ഭക്തന്മാരുടെ കൂടെ നമുക്ക് ഇന്നത്തെ ഒരു വായുസ്തുതി പുനശ്ചരണ ഹോമം നടത്തിയത് കൊണ്ട് വന്ന ഭക്തന്മാർക്കും ആ ഒരു മന്ത്രത്തിൽ എന്തൊക്കെ ഫലം പറയാറുണ്ടോ ആ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവം നമുക്ക് കിട്ടിക്കോട്ടെ, എല്ലാവരുടെ കഷ്ടങ്ങളൊക്കെ മാറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഹനുമാൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും.
എല്ലാവരും ഒരു തവണ ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു.